ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് എക്കോസിസ്റ്റം, കൺസെപ്റ്റ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. നമുക്കറിയാം എൻവയോൺമെൻറ്റ് ജോഗ്രഫിയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻട്രൊഡക്ടറി ടോപ്പിക്കാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ എക്കോസിസ്റ്റത്തെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം 1935 ആർതർ ടാൻസ്ലി എന്ന് പറയുന്ന ബൊട്ടാനിസ്റ്റാണ് ആദ്യമായി കോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. അതായത് ബോത്ത് ലിവിങ് ആൻഡ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നോൺ ലിവിങ് എൻവയോൺമെൻറ്റുമായി ഇൻട്രാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഡൈനാമിക് സിസ്റ്റമാണ് എക്കോസിസ്റ്റം എന്ന് പറയാം. ഡൈനാമിക് സിസ്റ്റം എന്ന് പറയാൻ കാരണം എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമല്ല. കാര്യം ടൈം ടു ടൈം അല്ലെങ്കിൽ ഡേ ടു ഡേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒന്നാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എക്കോസിസ്റ്റത്തെ നമുക്കൊരു ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്കോളജിയിലെ വളരെ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. A.G. ടാൻസ്ലി എക്കോസിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത് ഒരുപാട് ഫിസിക്കൽ സിസ്റ്റംസ്, അതായത് ഒരുപാട് ഓർഗാനിസവും ഇനോർഗാനിക് കോമ്പോണൻറ്റുകളും വളരെ സ്റ്റേബിൾ ഓപ്പൺ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ഇനോർഗാനിക് കോമ്പോണൻറ്റുകൾ അടങ്ങിയ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക് കാറ്റഗറി ആയിട്ടാണ് A.G. ടാൻസ്ലി എന്തിനെ പറയുന്നത്, എക്കോസിസ്റ്റത്തെ പറയുന്നത്. അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തെ നമുക്ക് മെയിനായി രണ്ട് ടൈപ്പായി തരംതിരിക്കാം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും. അതിലൊന്നാമത്താണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കര അടിസ്ഥാനമായിട്ടുള്ള എക്കോസിസ്റ്റത്തെയാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം അഥവാ ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. ഇത് അതായത് വേരിയസ് ജിയോളജിക്കൽ സോണുകളിലായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണുള്ളത്. ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം, ടുണ്ട്ര എക്കോസിസ്റ്റം ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റത്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഒരുപാട് അബയോട്ടിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റിലെ അബയോട്ടിക് ഫാക്ടേഴ്സും ഒരുപാട് പ്ലാന്റ്സും അനിമൽസും മൈക്രോ ഓർഗാനിസംസും തമ്മിൽ കോർഡിനേഷനോട് കൂടി ജീവിക്കുന്ന ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തെയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം. കാരണം എർത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കാർബൺ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റമാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. രണ്ടാമത്തെ ടൈപ്പാണ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം. ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാസ്, ഹെർബ് പോലെയുള്ള വെജിറ്റേഷൻസ് ഡോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എക്കോസിസ്റ്റത്തെയാണ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം എന്ന് വിളിക്കുക. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്, സാവന ഗ്രാസ്ലാൻഡ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്ത ടൈപ്പ് എക്കോസിസ്റ്റമാണ് ടുണ്ട്ര എക്കോസിസ്റ്റം. ടുണ്ട്ര എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ട്രീസിൻ്റെ ആബ്സെൻസ് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റമാണ് ടുണ്ട്ര എന്ന് പറയുന്നത്. കോമൺ ആയിട്ടും കോൾഡ് ക്ലൈമറ്റ് ഏരിയസിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ മഴ വളരെ സ്കേഴ്സ് അല്ലെങ്കിൽ മഴ വളരെ കുറവായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ വർഷം മുഴുവൻ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതലായും ഈ ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിൽ വരുന്നത്. ആർട്ടിക് അതുപോലെ തന്നെ മൗണ്ടെയിൻ ടോപ്പ് ഏരിയാസിലാണ് ഈ ടുണ്ട്ര ടൈപ്പ് എക്കോസിസ്റ്റം കാണുന്നത്. അത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണ് ഡെസേർട്ട് എക്കോസിസ്റ്റം. ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അറിയാം, ഡെസേർട്ടിക് ഏരിയാസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഡെസേർട്ട് ഏരിയാസ് ഉൾക്കൊള്ളുന്ന എക്കോസിസ്റ്റത്തെയാണ് ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ മഴയുടെ ലഭ്യത വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പകൽ ഹോട്ട് ക്ലൈമറ്റ്, രാത്രിയായി കഴിഞ്ഞാൽ കോൾഡ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റമാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. വെദർ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റം ആണെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ വാട്ടർ. ഇതിനെയും വീണ്ടും ഫെദർ നമുക്ക് രണ്ടായി സബ് ഡിവൈഡ് ചെയ്യാം. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്നും മറൈൻ എക്കോസിസ്റ്റം എന്നും. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ലേക്സ്, പോണ്ട്, റിവേഴ്സ്, സ്ട്രീംസ്, വെറ്റ്ലാൻഡ് മുതലായവയാണ്. ഇതിന് പ്രത്യേകിച്ച് എന്താണ് ഒരു തരത്തിലുള്ള സാൾട്ട് കണ്ടൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. ഇത് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റമാണ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് മറൈൻ എക്കോസിസ്റ്റം. മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് വാട്ടർ ബോഡീസായ കടലും സമുദ്രവും, അതായത് സീയും ഓഷനും ഉൾക്കൊള്ളുന്നതാണ് മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സബ്സ്റ്റാൻഷ്യലി സാൾട്ട് കണ്ടൻറ്റ് വളരെ കൂടിയതും അതുപോലെ തന്നെ ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുന്നവയാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ, അവയെ താരതമ്യം ചെയ്യുമ്പോൾ. സോ അപ്പോൾ ഇത് രണ്ടുമാണ് അക്വാട്ടിക്കും ടെറസ്ട്രിയലാണ് മെയിനായിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത്. അടുത്തായി നമുക്ക് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നോക്കാം. മെയിനായി 2 കമ്പോണൻറ്റുകൾ അടങ്ങുന്നതാണ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അബയോട്ടിക്കും ബയോട്ടിക്കും.
ഇതിൽ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നോൺ ലിവിങ് ഫാക്ടേഴ്സിനെയാണ്, അല്ലെങ്കിൽ നോൺ ലിവിങ് എൻവയോൺമെൻറ്റിലുള്ള നോൺ ലിവിങ് കമ്പോണൻസിനെയാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് എക്കോസിസ്റ്റത്തിലെ ഓരോ ഓർഗാനിസം തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പും അവയുടെ ബിഹേവിയറും അവരുടെ ഡിസ്ട്രിബ്യൂഷനും സ്ട്രക്ചറിലൊക്കെ വളരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കമ്പോണൻ്റാണ് അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അബയോട്ടിക് കമ്പോണൻറ്റിനെ വീണ്ടും രണ്ടായി നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ക്ലൈമാറ്റിക് ഫാക്ടർ എന്നും എഡാഫിക് എന്നും. ഇതിൽ ക്ലൈമാറ്റിക്കിൽ ഉൾക്കൊള്ളുന്നത് റെയിൻ, ടെമ്പറേച്ചർ, സൺലൈറ്റ്, വിൻഡ്, ഹ്യൂമിഡിറ്റി മുതലായവയാണ്. എഡാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോയിൽ, pH, ടോപ്പോഗ്രഫി, മിനറൽസ് മുതലായവയാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബയോട്ടിക് കമ്പോണൻ്റ് ആണ്. ബയോട്ടിക് കമ്പോണൻ്റ് ഇറ്റ് ഈസ് സിംപ്ലി ലിവിങ് ഓർഗാനിസംസ്, അതായത് ജീവനുള്ള ഓർഗാനിസംസ്, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയ, ഫംഗി പോലെയുള്ളവ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. സോ ബയോട്ടിക് കമ്പോണൻസിനെ വീണ്ടും നമുക്ക് 3 ഗ്രൂപ്പുകളായി സബ് ഡിവൈഡ് ചെയ്യാം. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ റെഡ്യൂസേഴ്സ് എന്ന്. സോ ഇവിടെ ഒരു പിക്ചർ കാണിക്കുന്നു. ഈ പിക്ചർ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് ആരാണെന്നുള്ളത്. സോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്തത്, പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റത്തെ നോക്കാം, പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സിനെയാണ് നമ്മൾ ആദ്യം മനസ്സിൽ വരിക. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ്, അതായത് ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് സോളാർ എനർജീനെ എന്ത് ചെയ്യാൻ, ട്രാപ്പ് ചെയ്ത് നിർത്തിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് പോലെയുള്ള കെമിക്കൽ എനർജിയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. എന്തുപയോഗിച്ചുകൊണ്ട്, സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകളായ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ എനർജി കൺവേർഷൻ നടത്തുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ സ്വന്തമായി അവയുടെ ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്ത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നവരാണ് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഓട്ടോട്രോപ്പുകൾ എന്ന് വിളിക്കുന്നു. ഓട്ടോട്രോപ്സ് മീൻസ്, ഓട്ടോ മീൻസ് സെൽഫ് എന്നും ട്രോഫോസ് മീൻസ് ഫീഡർ എന്നുമാണ് പറയുക. സോ ഇവർ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു കെമിക്കൽ എനർജി ഇതിൻ്റെ ഒരു ഭാഗികമായി അല്ലെങ്കിൽ ഒരു പാർഷ്യലി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവർ കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുകയുള്ളൂ. ബാക്കി മിച്ചമുള്ള റിമൈനിങ് പാർട്ട് ഫ്യൂച്ചർ യൂസിനായിട്ട് ഇവർ കരുതി വെക്കുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയാണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത്. സോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി ഫുഡ് കൺസ്യൂം ചെയ്ത് സിന്തസൈസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഗ്രീൻ പ്ലാന്റ്സിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്ലോറോഫിൽ കണ്ടന്റ് ലാക്കായിട്ടുള്ള അനിമൽസ്, അതായത് സ്വന്തമായി ഫുഡ് സിന്തസൈസ് ചെയ്ത് എടുക്കാനുള്ള എബിലിറ്റി ഇല്ലാത്തവരെയാണ് കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രൊഡ്യൂസേഴ്സിനെയാണ്. പ്രൊഡ്യൂസേഴ്സായ ഗ്രീൻ പ്ലാന്റ്സിനെയാണ് എന്തിനായി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുഡിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ ഹെട്രോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. ഹെട്രോസ് മീൻസ് അതർ, ട്രോപ്പോസ് മീൻസ് ഫീഡർ. ഈ കൺസ്യൂമേഴ്സിനെ വീണ്ടും ഫെർദർ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടർണറി എന്ന്. ഒന്നാമത്തെ ഡിവിഷനാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കൺസ്യൂമർ അല്ലെങ്കിൽ ഹെർബിവോറസ് എന്ന് നമുക്ക് വിളിക്കാം. ഈ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു, അവരുടെ ഫുഡിനായി ആശ്രയിക്കുന്നു. അവയെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് വിളിക്കുക. എക്സാമ്പിളായിട്ട് നമുക്ക് റാബിറ്റ്, ഡിയർ, ഗോട്ടിനെയൊക്കെ എന്ത് ചെയ്യാം, പറയാം. സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അഥവാ സെക്കൻഡ് ഓർഡർ കൺസ്യൂമർ അല്ലെങ്കിൽ പ്രൈമറി കാർണിവോറസ് നമുക്ക് വിളിക്കാം. ഇവ ആശ്രയിക്കുന്നത് തൊട്ട് മുകളിലുള്ള പ്രൈമറി കൺസ്യൂമേഴ്സ് അഥവാ ഹെർബിവോറസിനെയാണ് അവരുടെ ഫുഡിനായിട്ട് എന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് ക്യാറ്റ്, ഫോക്സ്, സ്നേക്കിനെയൊക്കെ പറയാം. മൂന്നാമത്തെ ഡിവിഷനാണ് ടെറിഷറി കൺസ്യൂമേഴ്സ് അഥവാ തേർഡ് ഓർഡർ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇവയാണ് ഏറ്റവും ലാർജ് കാർണിവോറസ് എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുന്നേ പറഞ്ഞ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ അവരുടെ ഫുഡിനായി ആശ്രയിക്കുന്നവരെയാണ് ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വോൾഫ്, വൾച്ചർ, ഈഗിളൊക്കെ പോലെയുള്ളവ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അടുത്ത അവസാനത്തെ കാറ്റഗറി കൺസ്യൂമേഴ്സാണ് ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഫോർത്ത് ഓർഡർ കൺസ്യൂമർ അല്ലെങ്കിൽ ഒംനിവോറസുകൾ എന്ന് വിളിക്കുന്നത്. ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് കാർണിവോറസ് ആണ്. ഈ ടെറിഷറി കൺസ്യൂമേഴ്സാൽ ഫീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവയെ ആശ്രയിക്കുന്ന കൺസ്യൂമേഴ്സിനെയാണ് ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇവ മെയിൻലി എന്താണ്, മറ്റുള്ള അനിമൽസാൽ ഈറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ കഴിക്കപ്പെടില്ല എന്നാണ് പറയപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ലയൺ, ടൈഗറിനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. സോ ഇതൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡിവിഷനാണ് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ റെഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗൈ പോലെയുള്ള കാര്യങ്ങളാണ് ഡീകമ്പോസേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഡെഡ് ഓർഗാനിസംസ്, അതായത് ഡെഡ് പ്ലാന്റ്സും അനിമൽസിനെയൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ട്
എന്ത് ചെയ്യുന്നു, എനർജി എൻവയോൺമെൻറ്റിലേക്ക് വീണ്ടും വളരെ സിമ്പിൾ ഇനോർഗാനിക് അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസുകളായിട്ട് ഇവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ ബൈ പ്രൊഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഇവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആരുടെ? ബാക്ടീരിയ, ഫംഗയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവരുടെ ഒരു പ്രവർത്തനം ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്തുകൊണ്ട് ഒരു തിരിച്ച് എൻവയോൺമെൻറ്റിലേക്ക് എത്തുകയും ഈ ഒരു കൺസ്യൂം ചെയ്ത് മണ്ണിലേക്ക് ചേരുകയും ഈ മണ്ണ് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിനും കാര്യങ്ങൾക്കും ഒരു പുതിയൊരു ഫെർട്ടിലൈസറായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച്, ഒരു റീയൂസ്, ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഡീകമ്പോസസിനെ സാപ്രോട്രോപ്പുകൾ എന്ന് എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. സോ സിംപ്ലി ഡീകമ്പോസസ് എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗൈ പോലെയുള്ള എന്താണ് ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നു, ഡെഡ് ഓർഗാനിസംസ്, അതായത് ഡെഡ് പ്ലാന്റ്സോ അനിമൽസോ ആയിക്കോട്ടെ, ഇവയൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഒരു സൈക്ലിക് എക്സ്ചേഞ്ച് ഓഫ് പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെൻറ്റിലെ ബയോട്ടിക് അല്ലെങ്കിൽ അബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ നടത്തുന്നത്. സോ അതുകൊണ്ട് അവരെ സാപ്രോട്രോപ്പുകൾ എന്ന് എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഒരു ഡയഗ്രാമാണ്, ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഒന്നുകൂടെ പറയാം. എക്കോസിസ്റ്റത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം, അബയോട്ടിക് എന്നും ബയോട്ടിക് എന്നും. അതിൽ അബയോട്ടിക്കിനെ ക്ലൈമാറ്റിക്കും എഡാഫിക്കും എന്നും തിരിക്കാം. ക്ലൈമാറ്റിക് എന്ന് പറയുന്നത് റെയിൻ, ലൈറ്റ്, വിൻഡ്, ടെമ്പറേച്ചർ ആണ്. എഡാഫിക്കിൽ ഉൾക്കൊള്ളുന്നത് സോയിൽ, pH, മിനറൽ, ടോപ്പോഗ്രഫി മുതലായവയാണ്. അടുത്ത് ബയോട്ടിക് കമ്പോണൻസ് ആണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ്, കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ്, ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ്. ഇനി കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ വീണ്ടും ഫെദർ ഡിവൈഡ് ചെയ്യുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി അങ്ങനെയായിട്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എന്ന് പറയുന്നത്. അടുത്തതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. മെയിനായിട്ട് 4 ടൈപ്പ് ഫങ്ഷനാണ് എക്കോസിസ്റ്റത്തിനുള്ളത്: റെഗുലേറ്ററി, ഹാബിറ്ററ്റ്, പ്രൊഡക്ഷൻ, ഇൻഫർമേഷൻ. സോ നമുക്ക് ഫസ്റ്റ് ഫങ്ഷൻ നോക്കാം, റെഗുലേറ്ററി ഫങ്ഷൻ. റെഗുലേറ്ററി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ സെമി നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി, അവയുടെ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ റെഗുലേറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ബയോജിയോ കെമിക്കൽ സൈക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ബയോസ്ഫെറിക് പ്രോസസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടോ വളരെ എസെൻഷ്യലായിട്ടുള്ള എക്കോളജിക്കൽ പ്രോസസ്സിനെയോ അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെയോ എന്ത് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാനുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഒരു കഴിവിനെയാണ് നമ്മൾ റെഗുലേറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് എക്കോസിസ്റ്റത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ബയോസ്ഫിയർ ഹെൽത്ത്, അതുപോലെ തന്നെ ഇങ്ങനെ പല പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ എന്ത് ചെയ്യപ്പെടുന്നു, ഇത്തരത്തിൽ എക്കോസിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഹ്യൂമൻസിന് ബെനിഫിറ്റ് കൊടുക്കുകയും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, എക്കോസിസ്റ്റം ചെയ്യുന്നത്. അതായത് ഇങ്ങനെ എത്ര നല്ലതായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് എക്കോസിസ്റ്റം റെഗുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശുദ്ധ വായുവായിട്ടും അല്ലെങ്കിൽ നല്ല വാട്ടർ, ജലത്തിൻ്റെ രൂപത്തിലോ മണ്ണിൻ്റെ രൂപത്തിലോ ഒക്കെ എന്ത് ചെയ്യുന്നു, മനുഷ്യനിലേക്കും ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നല്ല വശങ്ങൾ എത്തുന്നു. സോ അങ്ങനെയാണ് എക്കോസിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനായിട്ട് റെഗുലേറ്ററി ഫങ്ഷനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഹാബിറ്ററ്റ് ഫങ്ഷനാണ്. ഹാബിറ്ററ്റ് ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് എക്കോസിസ്റ്റം എപ്പോഴും എന്താണ്, ഒരു ഇപ്പോൾ വൈൽഡ് അനിമൽസിനായിക്കോട്ടെ പ്ലാന്റ്സിനായിക്കോട്ടെ ഇവിടെയൊക്കെ ഒരു ഹാബിറ്റേഷൻ നൽകുന്നത് എൻവയോൺമെൻറ്റാണ് അഥവാ എക്കോസിസ്റ്റമാണ്. സോ ഇവയുടെ റീപ്രൊഡക്ഷൻ ഹാബിറ്ററ്റായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ റെഫ്യൂജി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതുവഴി എന്ത് നൽകുന്നു, ഇവയുടെയൊക്കെ ഒരു എവല്യൂഷണറി പ്രോസസ്സ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജനറ്റിക് ഡൈവേഴ്സിറ്റി, ബയോളജിക്കലായിട്ടുള്ള കണ്ടൻസ് കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, കൺസർവ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്നതായി ആക്ട് ചെയ്യുന്നത് എൻവയോൺമെൻറ്റാണ് അല്ലെങ്കിൽ എക്കോസിസ്റ്റമാണ്. സോ ഹാബിറ്ററ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എക്കോസിസ്റ്റത്തിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അടുത്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോസിന്തസിസ്, ന്യൂട്രിയൻ്റ് അപ്ടേക്ക്, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനെയാണ് ഓട്ടോട്രോപ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾ, ന്യൂട്രിയൻ അപ്ടേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒന്നിൽ നിന്നും ഒന്നിലേക്ക് അല്ലെങ്കിൽ ഒരു ബയോമിൽ നിന്ന് അടുത്ത ബയോമിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സൈക്ലിക് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും നടക്കുന്നത്. ഇത് പല രീതിയിൽ എന്ത് ചെയ്യുന്നു, പല വൈവിധ്യമാർന്ന കാര്യങ്ങൾ, അതായത് പല കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചറിൽ നിന്നും പല എക്കോസിസ്റ്റത്തിലേക്ക് പുതിയ സിസ്റ്റങ്ങളിലേക്ക് പോകുന്നു. ഹ്യൂമൻ അത് പല രീതിയിൽ കൺസ്യൂം ചെയ്യുന്നു. അതിപ്പോൾ ഫുഡാകാം, പല രീതിയിലുള്ള റോ മെറ്റീരിയൽസ് ആകാം. അപ്പോൾ എന്താണ്, മൊത്തത്തിൽ പുതിയ പ്രൊഡക്ഷനാണ് എന്ത് ചെയ്യുന്നത്, എക്കോസിസ്റ്റത്തിൽ നടക്കുന്നത്. ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനായിട്ട് പറയുന്നത്. അടുത്ത ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ഇൻഫോർമേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം
ഹ്യൂമൻ എവല്യൂഷനെ പറ്റി നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു അൺഡൊമസ്റ്റിക്കേറ്റഡ് ഹാബിറ്ററ്റിലാണ് എപ്പോഴും മനുഷ്യൻ ഉണ്ടായിരുന്നത്. അതായത് നാച്ചുറായിരുന്നു അന്ന് എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ അൺഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാനറിലാണ് മനുഷ്യൻ എവല്യൂഷൻ സംഭവിച്ച് വന്നത്. സോ അവയുടെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റ് ഉണ്ടായത്, കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്, റിക്രിയേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായത്, ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്, എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ നിന്നുമാണ്. സോ ഇൻഫർമേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷനാണ്. അടുത്ത ടോപ്പിക്കാണ് എക്കോട്ടോൺ. എക്കോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്കോസിസ്റ്റങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബിറ്റ്വീനായി നിൽക്കുന്ന ഒരു ട്രാൻസിഷൻ സോണിനെയാണ് എക്കോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. അതുപോലെ തന്നെ ലോക്കലി റീജിയണലി കാണുന്ന ഒന്നാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. സോ ഈ എക്കോട്ടോൺ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് മാർഷ് ലാൻഡ്സ് ഉണ്ടാവും, മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ടാവും, എസ്റ്റുവാരീസ് ഒക്കെ ഉണ്ടാവും. ഇതിനെയൊക്കെ നമുക്ക് എക്കോട്ടോണുകളെന്ന് വിളിക്കാം. സോ ജനറലി ഈ എക്കോട്ടോണുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രണ്ട് എക്കോസിസ്റ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുണ്ടാകുന്നതിനേക്കാൾ ഹയർ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കാണുന്നതെങ്കിൽ അതിനെ നമുക്ക് എഡ്ജ് എഫക്റ്റ് എന്ന് വിളിക്കാം. സോ നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേമാണ്. പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്കോസിസ്റ്റം കംപ്ലീറ്റ് റിലേ ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആശ്രയിക്കുന്നത് സോളാർ എനർജീനെയാണ്. എല്ലാത്തരം എനർജി കൺവേർഷനും ആശ്രയിക്കുന്നത് സോളാർ എനർജീനെയാണ്. അതായത് പല പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, പല ബയോമാസിലേക്കും ഫോട്ടോസിന്തസിസ് വഴി പോലെയുള്ള പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, എനർജി കൺവേർഷൻ നടത്തുന്നത്. അതിനെയാണ് പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ പ്രൊഡക്ഷൻ്റെ റേറ്റിനെ അല്ലെങ്കിൽ അളവിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റാൻഡിങ് ക്രോപ്പ് അല്ലെങ്കിൽ ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ട്രോപ്പിക് ലെവലിൽ ഒരു നിശ്ചിത സമയത്തിൽ ഉൾക്കൊള്ളുന്ന ലിവിങ് മെറ്റീരിയൽസിൻ്റെ മാസിനെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു മാസിനെ അളവിനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഐദർ ഫ്രഷ് അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ് ബയോമാസ് ആയിട്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ കാണുന്ന നമ്പർ ഓഫ് ഓർഗാനിസംസ് ആയിട്ടും പറയാം. അതുപോലെ തന്നെ ബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റോ സോയിലോ വെജിറ്റേഷനോ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു അനിമൽ സ്പീഷീസിനെയോ ഇൻഹാബിറ്റേഷനെയോ ഒക്കെ കാണിക്കുന്ന ഒരു സ്പെസിഫിക് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റീജിയനെയാണ് നമ്മൾ ബയോം എന്ന് വിളിക്കുന്നത്. സോ ഈ പ്രൊഡക്ടിവിറ്റീനെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് മൂന്നായിട്ട്: GPP, NPP, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ. അതിൽ GPP എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഓർഗാനിക് മാറ്റർ, അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് മുഖേന ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഓർഗാനിക് മാറ്ററിനെയാണ് എന്ന് പറയുന്നത് GPP എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവരുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യുകയുള്ളൂ. അടുത്ത് NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPPയുടെ റെസ്പിറേഷനിൽ ഉപയോഗിച്ചതിന് ശേഷം റിമൈനിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയാണ് NPP എന്ന് പറയുന്നത്. അതായത് ഈ NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് ആര് കൺസ്യൂം ചെയ്യുന്നത്, ഹെട്രോട്രോപ്പുകൾ കൺസ്യൂം ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് ഡിവിഷനാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ ഓർഗാനിക് മാറ്റർ കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അളവിനെയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അടുത്ത ടോപ്പിക്കാണ് എനർജി ഫ്ലോ. എനർജി ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എനർജി എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നമ്മളെ ഒരു എക്കോസിസ്റ്റത്തിൽ എല്ലാ ജീവനും നിലനിൽക്കാൻ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ഇമ്പോർട്ടൻറ്റ് ഡ്രൈവിംഗ് ഫോഴ്സാണ് എനർജി എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ് എന്ത് ചെയ്യുന്നത്, എക്കോസിസ്റ്റത്തിലെ എല്ലാ തരത്തിലുള്ള എനർജി പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അതായത് നമ്മൾ ഫുഡ് വെബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു സണ്ണിൻ്റെ എനർജിയുടെ ബേസിസിലാണ്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് ട്രോപ്പിക് ലെവൽ എന്നാൽ എന്താണെന്ന് നോക്കാം. ട്രോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പൊസിഷനെയാണ് കാണിക്കുന്നത്. അതായത് ഓരോ ഓർഗാനിസത്തിനും എക്കോസിസ്റ്റത്തിൽ അവരവരുടേതായിട്ടുള്ള ഫീഡിങ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ചെയ്യുന്ന ഫീഡിങ് ഒരു ബന്ധത്തിൻ്റെ ബേസിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. ആ സ്പെസിഫിക് പൊസിഷനെയാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക് ലെവലിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, പ്രൊഡ്യൂസേഴ്സായ ഓട്ടോട്രോപ്പ് വരുന്നു, പ്രൈമറി കൺസ്യൂമേഴ്സായ ഹെർബിവോറസ് വരുന്നു, സെക്കൻഡറി കൺസ്യൂമേഴ്സ് വരുന്നു, ടെർഷറി കൺസ്യൂമേഴ്സ് വരുന്നു. അടുത്താണ് 10% ലോ ആൻഡ് എനർജി ട്രാൻസ്ഫർ.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും അടുത്ത നെക്സ്റ്റ് ട്രോപ്പിക് ലെവലിലേക്ക് അറ്റ്ലീസ്റ്റ് 10% എനർജിയെങ്കിലും എന്ത് ചെയ്യുന്നു അപ്രോക്സിമേറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യപ്പെടാറുണ്ട്. ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് ഒരു ഫുഡ് ചെയിനിൽ എന്ത് ചെയ്യുന്നു 10% എനർജിയെങ്കിലും ട്രാൻസ്ഫോം ചെയ്യപ്പെടാറുണ്ട്. അതിനാണ് 10% ലോ ആൻഡ് എനർജി ട്രാൻസ്ഫർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹീറ്റിൻ്റെ രൂപത്തിലോ മറ്റോ ആയിട്ട് ഇൻഎഫിഷ്യൻസി കാരണം കുറച്ച് എനർജി നഷ്ടപ്പെടാറുണ്ട്, ലോസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. സോ അവൈലബിൾ എനർജി എന്ന് പറയുന്നത് ചില സമയം എക്കോസിസ്റ്റത്തിൽ എന്താണ് ലിമിറ്റഡ് ആവാറും ഉണ്ട്. നമ്പർ ഓഫ് ട്രോപ്പിക്കൽ ലെവൽസ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള എനർജി ലോസ് കാരണം ലിമിറ്റ് ചെയ്യപ്പെടാറുമുണ്ട്. സോ എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എനർജിയുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്. അതായത് യൂണി ഡയറക്ഷനിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സണ്ണിൽ നിന്നും പ്രൊഡ്യൂസേഴ്സിലേക്ക് ദെൻ അതിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക്, അങ്ങനെയുള്ള ഒരു യൂണി ഡയറക്ഷനിലാണ് എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രോസസ്സ് എല്ലാം അലൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബേസിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് എനർജി കൺസർവേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു ഡയഗ്രാം കാണിക്കുന്നുണ്ട് എനർജി ഫ്ലോയിനെ പറ്റി കാണിക്കുന്ന എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓരോ ട്രോപ്പിക് ലെവൽസിൽ നിന്നും എനർജിയുടെ ഫ്ലോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് റെഫർ ചെയ്യുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് ചെയിനും ഫുഡ് വെബുമാണ്. ഇതിൽ ഫുഡ് ചെയിനും ഫുഡ് വെബും പ്രതിനിധീകരിക്കുന്നത് എക്കോസിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് മുതൽ ടോപ്പ് പ്രെഡേറ്റേഴ്സ് വരെ ഉൾക്കൊള്ളുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഫുഡ് ചെയിനും ഫുഡ് വെബും എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ സീക്വൻസ് ഓഫ് ഓർഗാനിസത്തിനെയാണ്. അതായത് അവിടെ ഓർഗാനിസം ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഒരു ട്രോപ്പിക്കൽ ലെവലിൽ നിന്നും അടുത്ത ഹയർ ട്രോപ്പിക്കൽ ലെവലിലേക്ക് പോകുന്ന ഒരു ലീനിയർ സീക്വൻസ് ഓഫ് ഓർഗാനിസത്തെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി എന്നാൽ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കാണ്. അതായത് നമ്മൾ പറഞ്ഞ ഫുഡ് ചെയിനിൻ്റെ ഒരു വളരെ കോംപ്ലക്സ് ഇൻട്രാക്ഷൻസ് തമ്മിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാണിക്കുന്ന ഫുഡ് ചെയിനുകളുടെ ഒരു ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്കിനെയാണ് ഇതെന്ന് വിളിക്കുന്നത് ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഫുഡ് ചെയിനുകളാണുള്ളത്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ, പാരാസൈറ്റിക് ഫുഡ് ചെയിൻ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഈ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ഒരു എക്കോസിസ്റ്റത്തിലെ ട്രോപ്പിക്കൽ ലെവലിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, എനർജി എന്ന് പറയുന്നത്. ഇതൊക്കെ എത്ര എമൗണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്ലി എത്ര എമൗണ്ടിലാണ് അളവിലാണ് കാണുന്നത് എന്ന് ഗ്രാഫിക്കലി ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് എന്ത് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. ഈ പിരമിഡ് ബയോമാസിൻ്റെ ബേസിലുണ്ട്, നമ്പറിൻ്റെ ബേസിലുണ്ട്, എനർജിയുടെ ബേസിലും പിരമിഡ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂട്രിയൻ സൈക്കിൾസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഒരു കണ്ടിന്യൂസ് അതായത് തുടർച്ചയായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് കൈമാറ്റത്തെയാണ് ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബോത്ത് ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻറ്റിൻ്റെ ബിറ്റ്വീനായിട്ട് ഒരുപാട് എസെൻഷ്യൽ എലമെൻറ്റുകളുണ്ട്. അതായത് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, വാട്ടർ മുതലായ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഈ എലമെൻറ്റ്സിൻ്റെയൊക്കെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റിനെയാണ് ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ഈ സൈക്കിൾസ് ഡ്രിവൻ ചെയ്യുന്നത് ഒരുപാട് ബയോളജിക്കൽ, ജിയോളജിക്കൽ, കെമിക്കലായിട്ടുള്ള പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ന്യൂട്രിയൻ സൈക്കിൾ ഇവിടെ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സൈക്കിളാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അഥവാ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ എർത്തിലുള്ള സകലമാനം എന്താണ് റിസർവോയർ വാട്ടർ ബോഡീസും ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ, സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, ലിവിങ് ഓർഗാനിസം എല്ലാം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കണ്ടിന്യൂസ് സൈക്ലിക് പ്രോസസ്സാണ് എന്ത് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സൈക്കിളാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ അതായത് മെയിനായിട്ടുള്ള സ്പിയേഴ്സായ അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയറും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ഒരു മൂവ്മെൻറ്റിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മെയിൻ പ്രോസസ്സുകളിൽ ഉൾപ്പെടുന്ന പ്രക്രിയകളാണ് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഡീകമ്പോസിഷൻ, കമ്പഷൻ, ജിയോളജിക്കൽ പ്രോസസ്സുകളായ വെതറിങ്, വോൾക്കാനിറ്റി എന്നൊക്കെ പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. നൈട്രജൻ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഒരു സ്റ്റേജിലാണ് കാണുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്നും നൈട്രജനെ പല സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലും ബയോസ്ഫിയറിലും ലിത്തോസ്ഫിയറിലും ഒക്കെ കണ്ടിന്യൂസ് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നൈട്രജൻ സൈക്കിൾ ചെയ്യുന്നത്. അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഫസ്റ്റ് നടക്കുന്നത് നൈട്രജൻ ഫിക്സേഷനാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഏത് സ്റ്റേജിലാണോ
ഏത് സ്റ്റേജിലാണോ നൈട്രജൻ കാണപ്പെടുന്നത് അതിനെ നമുക്കൊരു യൂസബിൾ ഫോമിലേക്ക് മാറ്റുന്നതാണ് ഒന്നാമത്തെ പ്രോസസ്സ്, അതാണ് നൈട്രജൻ ഫിക്സേഷൻ. രണ്ടാമത്തെ പ്രോസസ്സാണ് നിട്രിഫിക്കേഷൻ, അതായത് അമോണിയയിൽ നിന്നും നൈട്രേറ്റ്സ് ആയിട്ടും മാറ്റുന്നതാണ് നിട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡീനൈട്രിഫിക്കേഷൻ, ഏത് സ്റ്റേജിലാണോ നൈട്രജൻ ഉണ്ടായിരുന്നത് അതേ സ്റ്റേജിലേക്ക് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ആക്കി ബാക്ക് ടു അയക്കുന്നതാണ് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോസ്ഫറസ് സൈക്കിൾ. ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഫോസ്ഫറസ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് കാണപ്പെടുന്നത് റോക്സിലും മിനറൽസിലും ഒക്കെയാണ്. ഇത് വെതറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കാണ് ഇത് കാണപ്പെടുന്നത് മെയിനായിട്ട്. സോ ഈ ഫോസ്ഫറസ് എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള അനിമൽസൊക്കെ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും ഡീകമ്പോസിഷൻ, എക്സ്ക്രീഷൻ പോലെയുള്ള കാര്യം വഴി ഇത് കൺസ്യൂം ചെയ്യുകയും അതുവഴി തിരിച്ചെന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിലേക്ക് ഇവയുടെയൊക്കെ, അതായത് പ്ലാന്റ്സും അനിമൽസും എന്ത് ചെയ്യുന്നു, ഈ ഫോസ്ഫറസിനെ കൺസ്യൂം ചെയ്യുകയും ഇത് റിട്ടേൺ എന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിലേക്ക് ഒരു സൈക്കിൾ പ്രോസസ്സായി ഡീകമ്പോസിഷൻ വഴിയോ ഇവയുടെയൊക്കെ എക്സ്ക്രീഷൻ വഴിയോ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അടുത്ത സൈക്കിളാണ് സൾഫർ സൈക്കിൾ. സൾഫർ സൈക്കിൾ എന്ന് പറയുന്നത്, സൾഫർ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പലതരത്തിലുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ വഴിയായിരിക്കാം. ഇതെന്ത് ചെയ്യുന്നു, പല രീതിയിൽ പ്ലാന്റ്സും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നു. തിരിച്ച് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസിഷൻ, റെസ്പിറേഷൻ, പ്രസിപ്പിറ്റേഷൻ പോലെയുള്ള പ്രോസസ്സ് വഴി തിരിച്ച് എൻവയോൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് റിട്ടേൺ പോവുകയും ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്താണ്, ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഈ എലമെൻറ്റ്സ് വെച്ച് തുടങ്ങുകയും തിരിച്ചത് പ്ലാന്റ്സ്, അനിമൽസ് പോലെയുള്ള കാര്യങ്ങൾ അത് കൺസ്യൂം ചെയ്യും, റിട്ടേൺ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ്ഡായി അത് വീണ്ടും എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് തന്നെ പോകുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ് എന്ത്, ഈ ന്യൂട്രിയൻ സൈക്കിൾ പറയുന്നത്. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ടേമാണ് എക്കോളജിക്കൽ സസെഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സസെഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അതായത് നമ്മളുടെ എക്കോസിസ്റ്റത്തിൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽ സ്പീഷീസ് ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നു, ഒരു സമയം അല്ലെങ്കിൽ മറ്റൊരു സമയം എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യപ്പെടും. ആ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്കോളജിക്കൽ സസെഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇതിനൊക്കെ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ക്ലൈമാക്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിനെ രണ്ടായി തിരിക്കാം. എക്കോളജിക്കൽ സസെഷനെ പ്രൈമറി സസെഷൻ എന്നും സെക്കൻഡറി സസെഷൻ എന്നും രണ്ടായി തിരിക്കുന്നു. അതായത് പ്രൈമറി സസെഷൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഓൾറെഡി എന്താണ്, പ്രീവിയസ്ലി അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാരൻ ഹാബിറ്ററ്റ് ഉള്ള ഒരു നമ്മൾ ഈ ന്യൂ റോക്ക് ഫേസ് അല്ലെങ്കിൽ ഒരു സാൻഡ് ഡ്യൂൺസ് പോലെയുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. അവയാണ് എന്ത് ചെയ്യുന്നത്, അവ ഗ്രാജുവലി ഡെവലപ്ഡ് ആയി വരുന്നതിനെയാണ് പ്രൈമറി സസെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ എന്താണ്, ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ലൈഫ് ഇല്ലാത്തതായി, അവിടെ ഒരു ലൈഫ് നിലനിൽക്കുക ഓൾറെഡി ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെ കുറവ് കൊണ്ടും ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. എന്നാൽ സെക്കൻഡറി സസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾറെഡി അവിടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. അവ എന്തെങ്കിലും ഒരു തരത്തിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ നശിക്കപ്പെട്ടിട്ടുണ്ടാകും. നമ്മളുടെ ഈ ഫാം ലാൻഡ്, ബേൺഡ് ഫോറസ്റ്റ് പോലെയുള്ളവയൊക്കെ ഇതിന് എക്സാമ്പിൾസാണ്. ഇവ എന്ത് ചെയ്യുന്നു, ഓൾറെഡി മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് പ്രൈമറി സസെക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി സസെക്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റാണ്. കാര്യം എന്താണ്, അവിടെ ഓൾറെഡി ഓൾറെഡി സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ലൈഫ്, അതായത് സോയിൽ, സെഡിമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ഓൾറെഡി എന്താണ് അവിടെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി പ്രൈമറി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡറി സസെക്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. സോ ലെറ്റ് മീ കൺക്ലൂഡ് അവർ സെക്ഷൻ. സോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റീസ്, അതായത് നോൺ ലിവിങ് കമ്മ്യൂണിറ്റി, അതായത് ബയോട്ടിക് അബയോട്ടിക് കമ്മ്യൂണിറ്റീസ് എല്ലാം തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഈ ഓർഗാനിസംസ് എല്ലാം ഒരുമിച്ച് ഇൻ്റർകണക്റ്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ എക്കോസിസ്റ്റം സംരക്ഷിക്കുക അല്ലെങ്കിൽ കൺസർവ് ചെയ്യുക എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ എർത്തിലുള്ള എല്ലാ സർവൈവൽസും അല്ലെങ്കിൽ എല്ലാ ലൈഫിനെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എൻഷുറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണെന്ന് ഈ സെക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ സെക്ഷനായിട്ട് എനിത്തിങ് റിഗാർഡഡ് വിത്ത് ഈ സെക്ഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.